കൊല്ലം പരവൂരിൽ വയോധികയായ അമ്മയ്ക്കും മകൾക്കും നേരെ അയൽവാസിയുടെ മുളകുപൊടി ആക്രമണമെന്ന് പരാതി. റോഡരികിൽ കിടന്ന മാങ്ങ മകൾ എടുക്കുന്നതിനിടെയാണ് അയൽവാസി മുളകുപൊടി എറിഞ്ഞത്. എന്നെ അടിച്ച് എന്റെ തലവലി ഏതാണ്ട് മുളകുപൊടി ഇട്ടിരിക്കുന്നു. ഇതും കൊണ്ട് എന്നിട്ട് ആ പോലീസ് സ്റ്റേഷനിലുള്ളവർ എന്തിന് ഈ അമ്മൂമ്മ ചെയ്തതെന്ന് പോലും തോന്നില്ല. പൊന്നുപോലെ കഴിഞ്ഞ ദിവസം രാവിലെ 6:30യോടെയാണ് സംഭവം. കനാൽ പുറമ്പോക്കിൽ നിൽക്കുന്ന മാവിൽ നിന്നും പഴുത്തുവീണ നാട്ടുമാങ്ങകൾ ഇന്ദിര പെറുക്കിയെടുക്കുമ്പോഴാണ് അയൽവാസിയുടെ ആക്രമണം. ഇന്ദിരയുടെ മുഖത്തേക്ക് അടുക്കളയിൽ നിന്നും മുളകുപൊടി എടുത്തെറിയുകയായിരുന്നു. മുഖത്ത് വീണ മുളകുപൊടി തുടച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അയൽവാസിയായ സ്ത്രീ പ്ലാസ്റ്റിക് ബക്കറ്റിൽ മുളകുപൊടി വെള്ളത്തിൽ കലക്കി ഇന്ദിരയുടെ തലയിലൂടെയും ഒഴിച്ചു. ഈ സമയം ഇന്ദിരയുടെ അമ്മ തടുക്കാൻ ശ്രമിച്ചതോടെ ബാക്കിയുണ്ടായിരുന്ന മുളകുപൊടി കലക്കിയ വെള്ളം അമ്മയുടെ ദേഹത്ത് മുഴിക്കുകയായിരുന്നു. വാഴത്തോട്ട് പോയി മോനെ, മോളവിടെ മാങ്ങ വറക്കാൻ പോയി. കനാലിൽ നിന്ന് വീഴുന്ന മാങ്ങ വറക്കാൻ പോയി. അവളെ വർത്താനം കേട്ടോണ്ടാണ് പോയത്. പയ്യെങ്കിലും രാവിലെ ഞാൻ നടന്നു പോയി. അവിടെ വരെ പോയി പാല് മേടിക്കാൻ പോകും മോനെ, ചായട്ട് പോയി. അപ്പോഴാണ് ഈ വർത്തമാനം കേട്ടോണ്ട് ഞാൻ ചെന്നത്. ചെന്ന് പറഞ്ഞ വിളിക്കാനൊന്നുമില്ല. ഇത്ര തടി കഷണം എടുത്തോണ്ട് എടുക്കുന്നു പെരക്കാത്തി ഡടി താഴെ കുറച്ച് മോനെ ഇത്ര ഉപദ്രവം ചെയ്ത് ഞങ്ങളെ ചെയ്യുന്നു മോനെ. ഇരുവരുടെയും നിലവിളി കേട്ടെത്തിയ കൊച്ചുമകളും മകളും ചേർന്ന് ഇരുവരെയും നെടുങ്ങോലം ഗവൺമെന്റ് ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി. 10 വർഷം മുൻപ് പുരയിടത്തിന്റെ അതിർത്തി മതിൽ കെട്ടിത്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിന്നിരുന്നു. ഞാൻ അവിടെ നിന്ന് വീട്ടിൽ കയറിയത് ഒരു വല്ലെടുക്കുന്നു. എന്റെ മോനെ കൊന്നിട്ട് 11ാമത്തെ വർഷമാണ്. ഈ വരുന്ന ഓഗസ്റ്റ് 11 കൊല്ലാമോ പെരക്കകത്ത് കയറി ചീത്ത വിളിച്ച് കൊന്ന് ഞങ്ങളെ കേസിന് പോയിട്ടില്ല. ഞങ്ങൾ ഒന്നിനും പോയില്ല. ഞങ്ങൾ നിരന്തരം ഞങ്ങൾ ഭക്ഷണം തീർന്നു. സർവ്വ മരങ്ങളും വെട്ടി കുറിപ്പിച്ചു. എന്റെ കടുവോ ഞങ്ങൾ നാട്ടുകാരെന്ന പൈസക്ക് വണ്ടി വെച്ചതാണ്. സംഭവത്തിൽ പരവൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. 24 കൊല്ലം.